മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയാണ് തയ്യാറാക്കുന്നത്. ഇതിന് നമുക്ക് അരിയോ ഉഴുന്നോ ഒന്നും ആവശ്യമില്ല. അതില്ലാതെ തന്നെ അരിയുടെ ദോശയേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ദോശ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ദോശ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് റവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റും കൂടെ ചേർക്കുന്നുണ്ട്. ദോശ നല്ല സോഫ്റ്റും കൂടെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുകൂടെ ചേർക്കുന്നത്. നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം കുറച്ച് വീതം ചേർത്തിട്ട് നല്ല ദോശയുടെ പാകത്തിന് നമുക്കിതൊന്ന് കലക്കിയെടുക്കാം. നമ്മളിപ്പോൾ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ചെറിയ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഒരു ഫോർക്ക് വെച്ചോ വിസ്ക് വെച്ചോ നന്നായിട്ടൊന്ന് കലക്കി എടുത്താലും മതി. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലും കൂടി ഇട്ടിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ ഇത് നല്ല ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് ഞാനിതിവിടെ കലക്കി എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് സമയം വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിക്കാവും. അങ്ങനെയാണെങ്കിൽ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും അല്പം കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു വലിയ പൊട്ടറ്റോ ഒന്ന് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്നതാണ്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. മസാല എല്ലാം ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ചെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ മസാല വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മൾ ദോശ ബാറ്റർ മാറ്റി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ദോശക്കല്ലൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അതിൽ ചൂട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുത്തതാണ്. ആ വെള്ളം മാറ്റിയിട്ട് നമുക്കിതിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ദോശ ബാറ്റർ നമ്മൾ മാറ്റി വെച്ചപ്പം റവയൊക്കെ ചേർത്തുകൊണ്ട് കുറച്ച് തിക്കായിപ്പോയി. അപ്പോൾ ഞാനതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ദോശയുടെ ഒരു പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. ഒരു തവി വീതം ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയുടെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം ഓയിലോ ഗീയോ എന്തെങ്കിലും നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണേലും ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. സ്പൂണും കൊണ്ട് ഗീ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് ഒഴിച്ചു കൊടുത്തത്. ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം. അപ്പൊ നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കിയത് ആവശ്യത്തിന് എടുത്ത് വെക്കാം. മസാല എത്ര വെക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അരിയോ ഉഴുന്നോ ഒന്നും ഇല്ലാതെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഇതിന്റെ കൂടെ നമുക്ക് തയ്യാറാക്കി കഴിക്കുകയും ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ തന്നെ മസാലയുടെ കൂടെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. അരിയുടെ ദോശ തയ്യാറാക്കുന്നത് പോലെ ഇത് 8 മണിക്കൂർ വെച്ച് ഫെർമെന്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള സമയത്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ മസാല ദോശ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിനുള്ളിൽ മസാല വെക്കാതെ നമുക്കിത് ഗീ റോസ്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുക്കാം. ചില കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ മസാല വെക്കാത്ത ഗീ റോസ്റ്റ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് അതും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.